നമ്മൾ ഈ പാലോട് ആ ഭാഗങ്ങളിലൊക്കെ അരുവിയൊക്കെ ഒഴുകുന്ന അല്ലെങ്കിൽ റിവർ വ്യൂ ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇടുമ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 2 ഏക്കർ സ്ഥലത്ത് നമുക്ക് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. എങ്ങനെയാ വെച്ചാൽ ഇതിനകത്ത് ഒത്തിരിയധികം വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഹെവിലി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്കിതൊരു റിസോർട്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപമാണ്. സ്ഥലം എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുല്ലമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ചുറ്റുവട്ടത്ത് നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ എസ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ റബ്ബർ നിൽക്കുന്ന പ്രോപ്പർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർസെൻ്റ് ഒരു 50,000 60,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് കിട്ടും. പക്ഷേ ആ ഒരു പ്രോപ്പർട്ടി എടുത്ത് നമുക്കിതുപോലെ ഡെവലപ്പ് ചെയ്യാനാണ് അതിൻ്റെ മേളിലുള്ള കോസ്റ്റ് ആവുന്നത്. ഇതെങ്ങനെയാ വെച്ചാൽ ഇതിനകത്ത് ഏകദേശം ഒരു 1.5 CR അവരിതിനകത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം മുടക്കിയിട്ടുണ്ട്. പക്ഷേ ചോദിച്ചിട്ടുള്ള വില കമ്പാരിറ്റീവ്ലി നല്ലൊരു പ്രൈസാണ് കേട്ടോ. നമുക്ക് വില ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയെ ചുറ്റിയിട്ട് വാമനപുരം ആറ് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് വശത്ത് വാമനപുരം ആറുണ്ട്. അതുപോലെ തന്നെ മുൻവശത്ത് ഈ റോഡ് കഴിഞ്ഞ് കുറച്ച് സ്ഥലം കഴിഞ്ഞ് അപ്പുറത്തേക്കും ആറുണ്ട് കേട്ടോ. ഇതിനകത്തൊരു ആയുർവേദ ഇതിൻ്റെ ഒരു സ്കൂളായിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉടമ വന്നിട്ട് അവർ ഡൽഹി ബേസ്ഡ് ബിസിനസ്സാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനിൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ച് അവരിവിടെ വന്ന് സ്ഥലം എടുത്ത് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഫോറിൻ സ്റ്റുഡൻസ് ഇപ്പോൾ 1 month കോഴ്സ് ആ രീതിയിൽ ഇവിടെ വന്ന് പുറത്തുള്ള വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് ഇപ്പം നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഈ ആയുർവേദ മെഡിസിൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട്. അതാണ് നമുക്കിതിൻ്റെ പേര് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്, ശാന്തി നിലയം സ്കൂൾ ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു വീടിൻ്റെ അകത്തുള്ള വിഷ്വൽസ് കാണേ. ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് കേട്ടോ. നമുക്ക് ഈ വീട് ഏകദേശം 6 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. ഇങ്ങനെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇതിനകത്ത് കോമൺ സ്പേസിനെല്ലാം നല്ല രീതിയിലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതിൽ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മേളത്തെ നിലയിൽ 1 ബെഡ്റൂം. നമുക്ക് ഈ താഴത്തെ നിലയിൽ ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. കോമൺ സ്പേസ് നോക്കി വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള, നമുക്കിതൊരു റിസോർട്ടൊക്കെ ആയിട്ട് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10-20 പേർക്കായിട്ട് ഒരു പാർട്ടി നടത്താനായിട്ട് ഈ വീട് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ആ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു പൂജാമുറി. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് സ്പേസിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മുടെ ബാത്റൂമിലേക്ക് എൻട്രൻസ് വരും. ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇവിടെ ഒരു മുറി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോർമെട്രി ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ചെറിയൊരു 2 പേർക്ക് താമസിക്കാനുള്ള ഒരു ഡോർമെട്രി സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരും. 2 കോമൺ ബാത്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഉണ്ട്, ഈ ഭാഗത്തും ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല, ഈ കോമൺ ബാത്റൂംസ് ഉപയോഗപ്പെടുത്താം. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. ഈ കിച്ചണിൽ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് ആക്സസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാലും അവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതുപോലെ വഴിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ഒരു ഔട്ട് ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ ഒരു ശബ്ദമൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നാൽ കേൾക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ശരിക്കും ഇവിടെയൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് ഇതുപോലെ ഒരു നാട്ടിൻപുറമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് ആൾക്കാർ താമസിക്കാനുണ്ടാവും കേട്ടോ. ഇതിൽ ഓരോ റൂംസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് പുറത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗപ്പെടുത്താം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഹട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രീ ഹട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഇരുന്ന ആൾക്കാർക്ക് ഈ ഒരു നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടത്താണെങ്കിൽ ഒത്തിരിയധികം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചന്ദനമരം മാത്രം ഏകദേശം 30ഓളം എണ്ണം 3 വർഷം മുന്നേ വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിപ്പോൾ വളർന്നു നിൽപ്പുണ്ട്. ഇപ്പം വെട്ടാനായിട്ടില്ല. അതുപോലെ ഈട്ടിയുണ്ട്, തേക്കുണ്ട്. തേക്ക് നമുക്ക് വെട്ടാറായതും അല്ലാണ്ട് നമുക്ക് വീണ്ടും ഒരു 3-4 വർഷം പഴക്കമുള്ളത്, അങ്ങനെ മുതൽ ഒരു 50ഓളം മരങ്ങൾ തേക്ക് നമുക്ക് ഇതിനകത്തുണ്ട്. ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കമുങ്ങ് നോക്കിയാൽ കമുങ്ങ് തന്നെ നമുക്ക് ഏകദേശം ഒരു 1000-ന് മേളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതാ ഈ കാണുന്നതൊക്കെ ഔട്ട് ഹൗസുകളാണ്. ഇതിപ്പോൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇതല്ല വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ റിസോർട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ താമസിക്കാൻ സൗകര്യം ഒരുക്കി ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനും അതിനൊക്കെയുള്ളൊരു സെറ്റപ്പ് ചെയ്യാം. ഇനി അതല്ല ഫാമിലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ദേ കാണുന്ന ആടിൻ്റെ കൂടാണ് കേട്ടോ. അതിനകത്ത് ഇപ്പോൾ ഒരു 4-5 ആടുകൾ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് വലിയൊരു കോഴിക്കൂടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാക്കിൽ നമ്മുടെ ഈ ആറിൻ്റെ ബൗണ്ടറി വരുന്ന സ്ഥലത്ത് ഇവർ നല്ല രീതിയിൽ കരിങ്കല്ലിൽ റീറ്റെയിനിങ് വളമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് സേഫ് ആക്കിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇത്. പുറത്തുള്ള ടോയ്ലറ്റ് സൗകര്യമാണ്. ഇതിനകത്തൂടെ നടക്കുമ്പോൾ ആ കാണുന്നത് കോഴിക്കൂടാണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയാൽ ഫുള്ള് താമരയും ആമ്പലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ബാ നോക്കിയാൽ നല്ല രസമുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തുള്ളതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില 1,90,00,000 രൂപയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് ഈ ലൊക്കേഷനിൽ സാധാരണ ഗതിയിൽ സെൻറ്റിന് ഒരു 50,000 രൂപ വിലയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഡെവലപ്മെൻറ്റ് തന്നെ ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മേളിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വില ലാഭമാണ്. താല്പര്യമുള്ളവർ വേഗം വിളിച്ചോ, മഴ വരുന്നുണ്ട്, ഓടിക്കളാം. പിന്നെ നമ്മുടെ വീടിൻ്റെ മേളിലൊരു 3 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ വെള്ളത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഇത്രയും കൃഷി ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള വെള്ളം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എപ്പോഴും അവൈലബിൾ ആണ്. അത് കിണറുകൊണ്ട് ആറിൽ നിന്നുള്ള വെള്ളവും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എടുക്കാവുന്നതാണ്.